മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹാലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ തൊഴുപാടത്താണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി മുതൽ നമ്മുടെ ധ്യാനം തുടങ്ങുകയാണ്. മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി ഉച്ചതിരിഞ്ഞ് തീരുന്ന വിധത്തിൽ അപ്പസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 4:23 മുതലുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നമുക്കൊന്ന് ധ്യാനിക്കാം. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതീയർ രോഷാകുലരാകുന്നതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെരോദേസും പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവിടുത്തെ ശക്തി ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. പലരുടെയും ഭീഷണികൾ അവർ ശ്രദ്ധിക്കണമേ. അവിടുന്ന് പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ശ്രദ്ധാപൂർവം അവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് ദൈവവചനം പ്രഘോഷിക്കുന്നവരെ, വചന പ്രഘോഷകരെയും ധ്യാന ഗുരുക്കന്മാരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ അവരെ വട്ടമിട്ട് ഇല്ലായ്മകൾ പറഞ്ഞു പരത്തുക, പരദൂഷണങ്ങൾ പറഞ്ഞു പരത്തുക. നമ്മിൽ നിന്ന് തന്നെ ഒരുപാട് നന്മകൾ സ്വീകരിച്ച് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൊണ്ട് കണ്ടും സ്ഥിരീകരിച്ചും പിന്നീട് അവർ നമുക്കെതിരെ അണിനിരക്കുകയാണ്. അധരം കൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദൈവ തിരുമുൻപിൽ കണക്ക് പറയേണ്ടി വരും. ഇല്ലായ്മകൾ പറഞ്ഞു പരത്തുക, പരദൂഷണം പറഞ്ഞു പരത്തുക, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ ചെവിയിലേക്ക് പറഞ്ഞു പരത്തുക. പ്രിയപ്പെട്ടവരെ, വളരെയധികം സൂക്ഷിച്ചോ, നിങ്ങൾക്ക് ദുരിതം അടുത്തു വരുന്നു. ഓരോ പറയുന്ന വ്യർത്ഥവാക്കിനും കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ കർത്താവ് ഇതെല്ലാം കേട്ട് പരിഹസിക്കുകയാണ്, അവരെ നോക്കി ചിരിക്കുകയാണ്. കർത്താവിനും അവിടുത്തെ അഭിഷിക്തർക്കും എതിരായി പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. വചന പ്രഘോഷം അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ 10 കൊല്ലം മുൻപ് ജനറാളമ്മ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ഞങ്ങളുടെ ഓരോ പ്രോവിൻസിൻ്റെയും സിസ്റ്റേഴ്സിനെ ദശാംശം ദൈവത്തിന് കൊടുക്കുക. ഏത് സ്ഥാനത്തിരുന്നാലും അതിൽ നിന്ന് 10 സിസ്റ്റേഴ്സിനെ 10% ദശാംശം സിസ്റ്റേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് വചന പ്രഘോഷണവും ധ്യാനങ്ങളും ദൈവരാജ്യ വിപുലീകരണം അതുപോലെ കുടുംബങ്ങളെ നവീകരിക്കണ വിധത്തിലുള്ള ധ്യാനങ്ങളൊക്കെ കൊടുത്ത് ആത്മാക്കളെ രക്ഷിക്കുക മാത്രം. അവർ ഡോക്ടറുടെ പണിയോ നേഴ്സിൻ്റെ പണിയോ ടീച്ചറിൻ്റെ പണിയോ ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പോൾ അത് അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതം അതിനുവേണ്ടി അടിമ വെച്ചിരിക്കുകയാണ്. അവരെ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട്, ഈശോയെ സ്വീകരിക്കുന്ന നാവ് കൊണ്ട് തന്നെ പരദൂഷണങ്ങളും ഇല്ലായ്മകളും പറഞ്ഞ് പരത്തുന്നവർക്ക് കഷ്ടവും ദുരിതവും അടുത്തു വരുന്നു. എല്ലാം ഒരു നാശത്തിൻ്റെ മുന്നോടിയാണെന്ന് ഓർക്കുക.
പരിശുദ്ധ അമ്മയെ 9 വർഷമായി കൈകളിൽ കൊണ്ടു നടത്തുന്നു. മാതാവിനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല ഇന്ത്യക്കുള്ളിൽ. ഇസ്രായേലും പലസ്തീനായാലും പോകുമ്പോഴും സിസ്റ്റർ മാതാവിനെ കൊണ്ടുപോയിരുന്നു. അത്രയും ശക്തമായിട്ട് വഴി നടത്തുന്നവർക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ നാശം അടുത്തിരിക്കുന്നു. നന്മ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. നന്മ പറയുക, നന്മ വ്യാപരിപ്പിക്കുക, നന്മ പ്രചരിപ്പിക്കുക. അതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവർക്ക് ദുരിതം. അമേൻ. നമുക്ക് അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദൂഷണം പറഞ്ഞു പരത്തുന്ന ധ്യാനഗുരുക്കന്മാർക്കും പ്രഘോഷകർക്കും എതിരെ പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.